അയ്യോ, ഞാൻ പേന എടുത്തില്ലേ, ക്ലാസ് റൂമിൽ വെച്ച് മറന്നുപോയി തോന്നുന്നു. നാളെ എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സ് ആണല്ലോ. പ്യൂണ് ക്ലാസ് റൂം കൂട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പേന എടാ ഇർഫാനെ, മോനെ, ബെല്ലടിച്ചിട്ട് എത്ര നേരമായി? നീ എന്താ കിടന്നുറങ്ങാ? സോറി ടീച്ചറെ, ബെല്ലടിച്ച അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി. പകലിങ്ങനെ കിടന്നുറങ്ങാൻ മാത്രം രാത്രി എനിക്ക് എന്നാ പണി? രാത്രി നീ ഉറങ്ങലില്ലേ? മോനെ ഇർഫാനെ, ഇങ്ങോട്ട് വാ. എന്താ ടീച്ചറെ? മോനെന്താ ഇന്നലെ സ്കൂൾ വരെ അതിന്? അത് പിന്നെ ടീച്ചറെ, ഞാൻ ഇന്നലെ ബുദ്ധിമുട്ടണ്ട, ഇന്നലെ ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നല്ലേ. എടാ മോനെ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഉപ്പ ജോലിക്ക് എന്നും പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒരു വിവരം ഇല്ല അല്ലേ. കടയിൽ ജോലിക്ക് പോയിരുന്ന ഉമ്മ ഇപ്പം കിടപ്പിലായി പോയതും മോൻ ഒരാളെ വരുമാനം കൊണ്ടാണ് ഇപ്പം കുടുംബം മുന്നോട്ട് പോകുന്നു എന്നെല്ലാം ഞാൻ അറിഞ്ഞു. മോനെന്താ ഇതൊന്നും പറയാണ്ടിരുന്നേ? അത് ടീച്ചറെ, ഈ ഒരു അവസ്ഥയിൽ നീ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ജോലി എടുക്കുന്ന ചെറിയ ചെറിയ ജോലി എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല മോൻ. പക്ഷെ മോൻ സ്കൂൾ വരാണ്ട് ജോലിക്ക് പോയാൽ മോൻ്റെ ഭാവി എന്താകും? ഇതാ മോനെ, ഇത് ഞാൻ മോൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് PTA ഫണ്ടിൽ നിന്ന് വാങ്ങി വെച്ച കുറച്ച് പൈസയാണ്. ഇത് മോൻ ഇന്ന് ഉമ്മാനെ ഏൽപ്പിക്കുക കേട്ടാ. മോൻ്റെ ഉമ്മാനോട് മരുന്നെല്ലാം കഴിച്ച് പെട്ടെന്ന് സുഖമായിട്ട് ജോലിക്ക് പോകാൻ പറ. മോനിക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് റെഡിയാക്കി തരുന്നുണ്ട്. മോനിപ്പോൾ ക്ലാസ്സിലേക്ക് പോയിക്കാം.